ഇന്നലെയാണ് തൃശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കസ്റ്റഡിയിലെ മർദ്ദനം ഒതുക്കാൻ പിന്നീട് പോലീസ് പണം വാഗ്ദാനം ചെയ്തുവെന്നാണ് സുജിത്തിന്റെ വെളിപ്പെടുത്തൽ. പണം വാഗ്ദാനം ചെയ്തപ്പോൾ നിയമവഴിയിൽ കാണാമെന്ന് പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞു. ഏതാണ്ട് 20 ലക്ഷം രൂപ വരെയൊക്കെ വാഗ്ദാനം ചെയ്തു. ഒപ്പം സംഭവത്തിലെ പോലീസുകാർക്ക് നടപടി ആവശ്യപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നും അല്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ്. പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചു. കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇത്തരക്കാരെ സർവീസിൽ വെച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട്. ഇതൊരു പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പുറത്താണ്. അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടു ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്, ഏത് എക്സ്ട്രീമിലേക്കും പോകും. കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ SI നുഹ്മാന്റെ മലപ്പുറത്തെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസ് പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടായി. ലാത്തി വീശിയാണ് പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യൂത്ത് കോൺഗ്രസ് നീക്കം. 10 പ്രതികളായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭത്തിലാണ്. എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ നടപടി ഉണ്ടാകുമെന്നുള്ളത്? അത്രത്തോളം ക്രൂരമായ, അത്രത്തോളം നമ്മളെയൊക്കെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരു പോലീസുകാര് മനുഷ്യത്വമില്ലാതെ കാടത്തോടെ പെരുമാറുന്ന കുറെ ദൃശ്യങ്ങൾ. രഞ്ജിത്ത്, ക്രൈം ബ്യൂറോയുടെ റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വലിയ ക്രൂരമായ, അതായത് 3ാം മുറ തന്നെയാണ് ഈ പോലീസുകാർ അഴിച്ചുവിട്ടത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതേസമയം 2023 ഏപ്രിൽ 5 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വിവരാവകാശം വഴി 2.5 വർഷത്തെ പോരാട്ടത്തിന് ശേഷമാണ് VS എടുത്ത് സ്വന്തമാക്കുന്നതും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ട് ഞെട്ടുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ഈ മർദ്ദനം നടന്ന കാലഘട്ടത്തിൽ പോലും 3 വർഷത്തേക്ക് അവരുടെ പ്രൊമോഷൻ തടയുകയും 2 വർഷത്തെ ഇൻക്രിമെന്റ് തടയുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മിനിമം ഒരു സസ്പെൻഷനിലേക്ക് പോലും പോയിട്ടില്ല എന്നുള്ള വലിയ പരാതിയുണ്ട്. അതുമാത്രമല്ല, 2 തവണ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉന്നതർ. അതേസമയം തുടരുക പരാതിക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് ഇപ്പോൾ ടെലിഫോണിലായുണ്ട്. സുജിത്ത്, ഈ ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. സുജിത്തിന്റെ വലിയൊരു പോരാട്ടത്തിന്റെ ഫലമായി കൂടിയാണ് ഇത് പുറത്തു വന്നതിന് ശേഷമുള്ള സുജിത്തിന്റെ ഒരു അനുഭവം എന്താണ്? ഏതെങ്കിലും തരത്തിലൊരു നീതി ഈ വിഷയത്തിൽ ലഭിക്കുമെന്ന് ഇപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ സുജിത്ത്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. കാരണം വലിയ വാർത്തയായി. ഇത് തുടക്കത്തിലെ നമ്മൾ ആവശ്യപ്പെട്ടതായിരുന്നു CCTV നമുക്ക് കിട്ടണം എന്നുള്ളത്. അത് തുടർച്ചയായിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥൻ CI ഉൾപ്പെടെയുള്ള ആൾക്കാർ 2.5 വർഷത്തോളം അവർ തന്നെയായിട്ടാണ് അത് സ്ലോ ആക്കിയത്. കിട്ടേണ്ടതായിരുന്നു, മുന്നേ തന്നെ കിട്ടണമായിരുന്നു. ഓരോ കാരണങ്ങൾ വെച്ചിട്ട് കിട്ടാത്തൊരു സന്ദർഭം ഇപ്പോഴാണ് കിട്ടിയത്. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയല്ലേ സുജിത്ത്? പിന്നെന്താ, കേസ് നടന്നിട്ട് 3 ആഴ്ച ഞങ്ങള് CCTV നഷ്ടപ്പെടും എന്നുള്ളൊരു ധാരണ വരായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ACPക്ക് പരാതി വിളിച്ചിട്ടുണ്ടായിരുന്നു. CCTV നമുക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആളുടെ അടുത്ത അന്വേഷണ റിപ്പോർട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ആരൊക്കെയാണ് അടിക്കുന്നതെന്നും വിഷ്വൽസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത്. എന്നെ വ്യക്തമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്റെ പേര് അടിക്കുന്നതും എല്ലാതും ചെയ്യണതെല്ലാം അതില് വ്യക്തമായിട്ട് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂരിലെടുത്തിട്ട് പോണ സന്ദീപിനെ വരെ ആള് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റിപ്പോർട്ടിന്റെ ഭാഗം നമുക്ക് എന്തായാലും കിട്ടണം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് പിന്നെയും അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടിയത്. അത് ആ സമയത്ത് തന്നെ സൂക്ഷിച്ചത് കൊണ്ട് കാരണം നമുക്ക് കിട്ടി. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ എല്ലാ CCTV വിഷ്വൽസ് പോയി എന്നൊരു ന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പോയിന്ന് കണക്ക് കൂട്ടിയാൽ മതിയായിരുന്നു. വിഷ്വൽസ് സൂക്ഷിച്ച കാരണം അങ്ങനെ നമുക്ക് കിട്ടി.
കിട്ടി. സുജിത്ത്, അതിനുശേഷം ഇവരുടെ ഒരു നിലപാട് എന്തായിരുന്നു? ചില വാഗ്ദാനങ്ങളൊക്കെ സുജിത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വാഗ്ദാനങ്ങൾ തുടക്കത്തിലെ ഉണ്ടായിരുന്നു. സെറ്റിൽമെന്റിന് തയ്യാറാണെങ്കിൽ നമ്മൾ പറയുന്ന ഡിമാൻഡ് അനുസരിച്ചിട്ട് ഒരു സെറ്റിൽമെന്റ് അവിടെ മുന്നിയും ഇതുപോലെ സ്റ്റേഷനിൽ ഒരു പ്രവർത്തകനെ അതുപോലെ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. അത് സെറ്റിൽമെന്റ് അന്നത്തെ ഒരു CI ആയിരുന്ന ഉദ്യോഗസ്ഥൻ അത് തീർപ്പാക്കിയതാണ്. അപ്പോ അതുപോലെ ഇവരെന്താ വാഗ്ദാനം ചെയ്തത്? എന്താ സുജിത്തിന് വാഗ്ദാനം ചെയ്തത്? അന്നത്തെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു 10 ലക്ഷം രൂപയായിരുന്നു. അതിന്റെ ഇരട്ടിയിലാണ് നമ്മളെടുത്ത് പറഞ്ഞത്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് പറയുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് അതിന്റെ സെറ്റിൽമെന്റ് അവർ തയ്യാറാവുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. നമ്മൾ തയ്യാറായില്ല. നമ്മള് CCTV ആരാ വിളിച്ച സുജിത്തിനെ? അത് എന്നെ നേരിട്ടിട്ടില്ല. നമ്മുടെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു അവിടുത്തെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ട്, വർഗീസേട്ടനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വർഗീസേട്ടനെ പോലീസുകാർ വിളിച്ചു അല്ലേ? അതെ അതെ അതെ. അപ്പൊ അവർക്ക് ഈ സംഭവം നടന്നതിന് ശേഷം അബദ്ധമായി പോയെന്നും ഈ വിഷയത്തിന്റെ ഒരു കാഠിന്യം സുജിത്ത് വിടാൻ താല്പര്യമില്ല എന്നൊക്കെ മനസ്സിലായി കാണും അല്ലേ? മനസ്സിലാക്കി. എന്നിട്ട് അല്ല ഇപ്പൊ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇത് KPCC അധ്യക്ഷൻ ഇന്ന് തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ ഉന്നത തലം ഇനി കേസിന്റെ പരമാവധി കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ലക്ഷം മുതൽ വേണമെങ്കിൽ 20 ലക്ഷം രൂപ വരെയൊക്കെ ലഭിച്ചേനെ അല്ലേ സെറ്റിൽമെന്റ് തയ്യാറായിരുന്നെങ്കിൽ? 20 ലക്ഷം രൂപ വരെ ഒന്നല്ല, 20 ലക്ഷത്തിന് മേലെ നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ അതിന് അവർ തയ്യാറായിരുന്നു സെറ്റിൽമെന്റിന്. അതിനുശേഷം ഈ സുജിത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരുപാട് പേരെ സമീപിച്ചിരുന്നല്ലോ. ഇവർ മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ. ആരെങ്കിലും ഒന്ന് നമുക്ക് അനുകൂലമായി നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നോ? അനുകൂലമായിട്ട് നിന്നത് കോടതി മാത്രമാണ്. കോടതിയാണ് വ്യക്തമായിട്ടുള്ള തുടക്കം മുതലേ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ളൊരു അപ്പൊ തന്നെ എന്നെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു ചാവക്കാട് മജിസ്ട്രേറ്റിന്റെ അടുത്ത്. മജിസ്ട്രേറ്റ് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടിൽ കണ്ടുകൊണ്ട് അതുപോലെ ഞാനൊരു പൊതുപ്രവർത്തകനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും എനിക്ക് സ്വമേധയാ, പിന്നെ അതുപോലെ എന്റെ ശാരീരിക അവസ്ഥ മോശമായതുകൊണ്ടാണ്, അന്നത്തെ ശാരീരിക അവസ്ഥ വളരെ മോശമായതുകൊണ്ടാണ് എനിക്കന്ന് കോടതി ജാമ്യം എന്നെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയ ദിവസം തന്നെ എനിക്ക് കിട്ടാൻ കാരണം. കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പോലീസിൽ നമുക്ക് ഒരു കാരണത്തിനും വിശ്വാസമില്ല. അതായത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനും സുജിത്തിന് നീതി നൽകിയില്ല എന്നുള്ളതാണ്. ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും കോടതിയിൽ വിശ്വാസമുണ്ട്, പോലീസിനെ നമുക്ക് വിശ്വാസമില്ല. ഈ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ സുജിത്തിനെ മർദ്ദിച്ച 4 പേരാണല്ലോ, അവരാരെങ്കിലും പിന്നീട് സുജിത്തിനെ ഫോണിൽ വിളിക്കാൻ മറ്റോ ചെയ്തോ? 4 പേരല്ല, 5 പേര് വന്നിട്ടുണ്ട്. ഒരു ഷുഹൈർ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവറിനായിരുന്നു. ആള് CCTV വിഷ്വൽസ് ഉള്ളടത്ത് ക്യാമറ ഉള്ളടത്ത് വെച്ചിട്ട് തല്ലിയിട്ടില്ല. അതുപോലെ ശശിധരനും CCTV ഉള്ള ഫോട്ടോന്റെ അടുത്ത് വെച്ചിട്ട് തല്ലിയിട്ടില്ല. അങ്ങനെ തല്ലിയത് ഒരു മേലെ കൊണ്ടിട്ടാണ് ലാത്തി കൊണ്ട് കാലിന്റെ അടിയിലേക്ക് അടിച്ചുകൊണ്ടാണ് ഈ 2 പേര് മാറി മാറി നിന്നിട്ട് അടിച്ചിട്ടാണ് എന്നെ വർദ്ധിച്ചിട്ടുള്ളത്. ഇവരാരെങ്കിലും പിന്നീട് സുജിത്തിനെ ഫോണിൽ വിളിച്ചോ? ഇല്ലില്ല, എന്നായിട്ട് യാതൊരുവിധ കോണ്ടാക്ട് ഇല്ല. എന്നായിട്ട് വർഗീസേട്ടൻ മുഖാന്തരമാണ് ഓരോ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരായിട്ട് വിളിച്ചിട്ട് കോംപ്രമൈസിന് തയ്യാറാവുക എന്നുള്ള സെറ്റിൽമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ല ഇതുവരെ. ആരും വിളിച്ചില്ല. ഈ കോംപ്രമൈസ് ഈ വർഗീസേട്ടനുമായിട്ട് ഇവർ സംസാരിക്കുകയും സുജിത്തിനോട് സംസാരിക്കണമെന്ന് പറയുകയുമായിരുന്നു. അപ്പോഴാണ് 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് അല്ലേ? 10 അതിൽ കൂടുതൽ നിങ്ങൾ പറയുന്ന എത്രയാണെങ്കിലും തരാൻ അവർ തയ്യാറായിരുന്നു. ഈ റവന്യൂ മറ്റേ ചില ആളുകളെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യം കൂടി സുജിത്തിനുണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമല്ല അല്ലേ? അതെ, അന്ന് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ കൂടിയുണ്ട്. അതെ അതെ, ഷുഹൈർ ഡ്രൈവറായിരുന്ന ഷുഹൈർ. ആളിപ്പോ പഴയന്നൂര് ബ്ലോക്ക് പഞ്ചായത്തിലെ എന്തോ ഒരു സ്റ്റാഫാണ്, വില്ലേജിലെ ഒരു സ്റ്റാഫാണ്. പറഞ്ഞോളൂ. അല്ല അല്ല, ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ നിന്ന് സുജിത്തിന് ലഭിക്കുന്ന ഒരു പ്രതികരണം എന്താണ്? നല്ല പോസിറ്റീവ് ആണല്ലോ, എല്ലാവരും നല്ല പോസിറ്റീവ് ആണ്. ഒരു കമന്റ് പോലും ബാഡ് ഇല്ല. എല്ലാവരും പോലീസിനെ നല്ല വ്യക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരും ഒരു മൈനസ് പോലും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. എന്റെ നാട്ടില് ഡിവൈഫൈ ആ സമയത്ത് എന്നെ എതിരെ പറഞ്ഞ ആൾക്കാർ വരെ എനിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ BJP പാർട്ടി നോക്കണം, രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. അതിനാണ് നമ്മുടെ ആവശ്യം. അത് നമ്മള് തുടക്കത്തിൽ നമുക്ക് ധാരണ ഉണ്ടായിരുന്നു നമ്മള് നടത്തുന്ന ഒരു മൂവ്മെന്റ് അത് നല്ല രീതിക്ക് അവസാനിക്കുന്നുള്ളത്. അവസാനിച്ചിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയുടെ പിന്തുണ പൂർണ്ണമായും സുജിത്തിനുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും പാർട്ടി തന്നെയാണ് തുടക്കം മുതലും. ഞങ്ങൾ ചെറുതിൽ നിന്നും തുടങ്ങി വലുതിലേക്ക് ഒന്നും അവസാനിക്കില്ല. വലുതിന്റെ ഒരു ശക്തി കൂടിയിട്ട് ഇതിന്റെ ഭാഗമായി എന്ന് പറയാം.
ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് സുജിത്ത്? ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല. ചെവിക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു 2 മാസമൊക്കെ ആ സമയത്ത്. പിന്നീട് കുറേശ്ശെ ഭേദമായിട്ട് വരുന്നു. ചെവിക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? അതെ അതെ അതെ. കേൾവിശക്തിയൊക്കെ ബാധിച്ചു അല്ലേ? കേൾവിശക്തിയെ ബാധിച്ചു അല്ലേ? അതെ 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 അതെ. പിന്നെ ദീർഘകാലം ചികിത്സയിലൊക്കെ ആയിരുന്നോ? 2 മാസം. 2 മാസം ചികിത്സയിലായിരുന്നു. ആ സമയത്തും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ ഈ ചികിത്സാ ചെലവോ ഒന്നും ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായില്ല? ഇല്ല, ആ സമയത്ത് പെട്ടെന്നൊന്നും ചോദിക്കില്ലല്ലോ, കാരണം നമ്മൾ ഇത്ര പ്രഷറിലല്ലേ. അപ്പോ അതിന് ശേഷമൊക്കെയാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് തുടങ്ങിയ ഒരു 6 മാസത്തിന് ശേഷം അതിനുള്ളിലേക്ക് ആയിട്ടാണ് സെറ്റിൽമെന്റിനൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. ഈ അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഈ സംഭവം ഉണ്ടായി ഇത്രയും നാൾ കഴിഞ്ഞു. സുജിത്തിന് ഒരു ആത്മവിശ്വാസം എന്തായിരുന്നു? എന്തെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് വന്നത്? പോലീസിന്റെ പക്കൽ നിന്നും യാതൊരു ഒരു നീതി ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോടതിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്റെ ലീഡറായിട്ടുള്ള വർഗീസേട്ടനും കോടതിയിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. കോടതിയിൽ നിന്നുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടുന്നതായിട്ടുണ്ട്. അപ്പോ കോടതി എന്ന് പറയണത് എന്താ പറയാ, സത്യം തെളിയിക്കുന്ന ഒരു നിയമവശമുള്ള കാരണം നമ്മൾ വിശ്വസിച്ചു. പക്ഷെ പോലീസിനെ നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ ഇപ്പോഴും തയ്യാറല്ല. KPCC അധ്യക്ഷൻ വന്ന് കണ്ടോ സുജിത്തിനെ? തീർച്ചയായും ഞങ്ങളിപ്പോ DCC വന്നോണ്ടിരിക്കുക, വീട്ടിലേക്ക് നാട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അങ്ങോട്ട് വരിക അല്ലേ? അതെ അതെ അതെ. സംസാരിക്കും. ഫോണിൽ സംസാരിച്ചോ? ഫോണിലല്ല, ആള് ഡയറക്റ്റ് DCC ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. DCC ഓഫീസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ശരി ശരി. അപ്പൊ ഇനിയിപ്പോ നിയമ പോരാട്ടം ഇവരെ പുറത്താക്കുന്നത് വരെ തുടരും? യെസ് യെസ് യെസ്. DCC അധ്യക്ഷ അല്ല KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനിലേക്കും 10-ാം തീയതി ഉപരോധമുണ്ട്. പിന്നെ കുന്നോളത്ത് മാത്രമായിട്ട് ഒരു പ്രോഗ്രാം അവര് അറേഞ്ച് ചെയ്യുന്നുണ്ട്, പ്രതിഷേധ സംഗമം എന്നുള്ള രീതിയിൽ. ശരി സുജിത്ത്, ശരി. ഇത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാനാവുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങളുടെയും പിന്തുണ സുജിത്തിനുണ്ട്, യാതൊരു സംശയമില്ല. പോലീസുകാരുടെ കാടത്തം ഒരു മനുഷ്യരാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഒരു മനുഷ്യനെ ഇത്രത്തോളം ക്രൂരമായി മർദ്ദിക്കാൻ മനസ്സുള്ളവർ അവർ മനുഷ്യരല്ല, സർവീസിൽ തുടരാൻ അർഹരുമല്ല. സുജിത്താണ് നേരിട്ട് നമ്മളോട് ഈ വിഷയം സംസാരിച്ചത്. ഏതായാലും ഇപ്പോൾ സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.